ഇപ്പോൾ ഡിബൈ-ഫാക്കൻഹാഗൻ എഫക്റ്റ് നമ്മൾ വെയിൻ എഫക്റ്റ് പോലെ തന്നെയാണ്. അവിടെ ഹൈ വോൾട്ടേജ് ആണെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസി ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. ഹൈ ഫ്രീക്വൻസി ഉള്ള ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 3 to 5 മെഗാ ഹെഡ്സ് ആണ്. ഓക്കെ, ഈ ഒരു റേഞ്ചിലുള്ള ഓൾട്ടർനേറ്റിംഗ് കറണ്ട് യൂസ് ചെയ്യുമ്പോൾ ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കണ്ടു. ഇതിനെയാണ് നമ്മൾ ഡിബൈ-ഫാക്കൻഹാഗൻ എഫക്റ്റ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ കേസിൽ എന്താണെന്ന് വെച്ചാൽ ഹൈ ഫ്രീക്വൻസി എ സി അപ്ലൈ ചെയ്യുമ്പോൾ അയോൺസിൻ്റെ ഓസിലേഷൻ്റെ ടൈം ദാറ്റ് വിൽ ബി ലെസ് ദാൻ അയോണിക് അറ്റ്മോസ്ഫിയർ ഫോർമേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അയോൺസ് എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് പെട്ടെന്ന് അതിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷന് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഓപ്പോസിറ്റിലി ചാർജ്ഡ് അയോൺസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സെൻട്രൽ അയോണിന് ചുറ്റും കൊണ്ടുവരാൻ പറ്റില്ല. അതായത് അയോണിക് അറ്റ്മോസ്ഫിയർ ഫോം ചെയ്യാൻ പറ്റില്ല. സോ അയോൺസിൻ്റെ മൂവ്മെൻറ്റ് കൂടും. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഹൈ ഫ്രീക്വൻസിയിൽ അസിമെട്രിക് എഫക്റ്റും ഇലക്ട്രോഫോററ്റിക് എഫക്റ്റും ഡിസപ്പിയർ ചെയ്യും. അതുകൊണ്ടും അയോണിക് മൊബിലിറ്റി കൂടും, കണ്ടക്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സാണ് നമ്മൾ അയോണിക് അറ്റ്മോസ്ഫിയറിന് എവിഡൻസ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ടേമാണ് ട്രാൻസ്പോർട്ട് നമ്പർ. നമ്മൾ ടി എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക, സ്മോൾ ടി. അപ്പോൾ കാറ്റയോണിൻ്റെയും ആനയോണിൻ്റെയും ഉണ്ട് ട്രാൻസ്പോർട്ട് നമ്പേഴ്സ്. അതിൽ അതിൻ്റെ മൊബിലിറ്റിയാണ്. അപ്പോൾ ടി പോസിറ്റീവ് എന്നും ടി നെഗറ്റീവ് എന്നും റെപ്രസെൻ്റ് ചെയ്യും കാറ്റയോണിൻ്റെയും ആനയോണിൻ്റെയും. അപ്പോൾ നമുക്കറിയാം ഒരു ഇലക്ട്രോലൈറ്റ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് അയോൺസ് അല്ലേ. അപ്പോൾ അയോണിൻ്റെ മൊബിലിറ്റി അല്ലെങ്കിൽ സ്പീഡ് കൂടുമ്പോൾ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. ഓക്കെ, അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കുക. ഇപ്പോൾ ഒരു നൈട്രിക് ആസിഡിൻ്റെ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നൈട്രേറ്റ് അയോണും ഉണ്ട്, ഹൈഡ്രജൻ അയോണും ഉണ്ട് അല്ലേ. HNO3 നൈട്രേറ്റ് അയോണും ഉണ്ട്, ഹൈഡ്രജൻ അയോണും ഉണ്ട്. അപ്പോൾ ഇതിൽ ഹൈഡ്രജൻ അയോൺ ക്യാരി ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് 0.84 പാർട്ട് ഓഫ് ടോട്ടൽ കറണ്ടാണ്. പക്ഷേ നൈട്രേറ്റ് അയോണ് 0.16 പാർട്ടാണ്. അതായത് അതിൻ്റെ സൈസ് കൂടുന്തോറും അല്ലെങ്കിൽ അതിൻ്റെ അയോൺസിൻ്റെ ബിഹേവിയറിനനുസരിച്ചാണ് നമുക്ക് മൊബിലിറ്റിയും കറണ്ട് ക്യാരിങ് ടെൻഡൻസിയും പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആക്ച്വലി എന്താ പറയുക, ഒരു പർട്ടിക്കുലർ അയോൺ ക്യാരി ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ ക്വാണ്ടിറ്റി, അതായത് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ക്യാരിഡ് ബൈ എ പർട്ടിക്കുലർ അയോൺ, അതെന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? യെസ്, സ്പീഡ് ഓഫ് ദ അയോൺ, സ്പീഡ് ഓഫ് അയോണിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ദാറ്റ് പാസസ് ത്രൂ ദ സൊല്യൂഷൻ, അതെന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ദ സം ഓഫ് സ്പീഡ്സ് ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ്. അപ്പോൾ ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ കറൻറ്റ് ക്യാരീഡ് ബൈ എ പർട്ടിക്കുലർ അയോൺ, അതിനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ട് നമ്പർ അല്ലെങ്കിൽ ട്രാൻസ്ഫറൻസ് നമ്പർ എന്ന് പറയുന്നത്. ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ കറൻറ്റ്, ടോട്ടൽ കറൻറ്റിൻ്റെ ഒരു ഫ്രാക്ഷൻ that is carried by a particular ion, fraction of total current carried by a particular ion, അതിനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ട് നമ്പർ അല്ലെങ്കിൽ ട്രാൻസ്ഫറൻസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യും, ട്രാൻസ്പോർട്ട് നമ്പർ ഓഫ് കാറ്റയോണും ട്രാൻസ്പോർട്ട് നമ്പർ ഓഫ് ആനയോണും. അപ്പോൾ എങ്ങനെയാണ് ഇക്വേഷൻ കൊടുക്കുക? ട്രാൻസ്പോർട്ട് നമ്പർ ഓഫ് കാറ്റയോൺ എന്ന് പറയുന്നത് കറണ്ട് ക്യാരിഡ് ബൈ കാറ്റയോൺ ബൈ ടോട്ടൽ കറണ്ട് ആണ്. ട്രാൻസ്പോർട്ട് നമ്പർ ഓഫ് ആനയോൺ എന്ന് പറയുന്നതോ കറണ്ട് ക്യാരിഡ് ബൈ ആനയോൺ ഡിവൈഡഡ് ബൈ ടോട്ടൽ കറണ്ടാണ്. അപ്പോൾ നമ്മൾ യു പ്ലസ് അതേപോലെ യു മൈനസ് ഈ രണ്ടെണ്ണം റെപ്രസെൻ്റ് ചെയ്യുന്നത് കാറ്റയോണിൻ്റെയും ആനയോണിൻ്റെയും സ്പീഡാണെങ്കിൽ നമുക്ക് ഈ ട്രാൻസ്പോർട്ട് നമ്പറിന് ഇക്വേഷൻ ഉണ്ടാക്കാം. ടി പ്ലസ് ട്രാൻസ്പോർട്ട് നമ്പർ ഓഫ് കാറ്റയോൺ എന്ന് പറയുന്നത് യു പ്ലസ് ഡിവൈഡഡ് ബൈ യു പ്ലസ് പ്ലസ് യു മൈനസ്, ആനയോൺ ആണെങ്കിലോ യു മൈനസ് ഡിവൈഡഡ് ബൈ യു പ്ലസ് പ്ലസ് ടോട്ടൽ സ്പീഡ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ടി പ്ലസ് പ്ലസ് ടി മൈനസ് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ട്രാൻസ്പോർട്ട് നമ്പർ ഓഫ് കാറ്റയോൺ പ്ലസ് ട്രാൻസ്പോർട്ട് നമ്പർ ഓഫ് ആനയോൺ വിൽ ബി ഈക്വൽ ടു 1. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഡിറ്റർമിനേഷൻ ഓഫ്
ട്രാൻസ്പോർട്ട് നമ്പറാണ്. അതിലെ ഫസ്റ്റ് മെത്തേഡാണ് ഹിറ്റോഫ്സ് മെത്തേഡ്. 2 മെത്തേഡാണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഹിറ്റോഫ്സ് മെത്തേഡ്. ആ സ്പെല്ലിങ് നോക്കുക, HITTORF''S. അപ്പോൾ നമുക്ക് ഹിറ്റോഫ്സ് മെത്തേഡിൻ്റെ പ്രിൻസിപ്പിൾ നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് ഹിറ്റോഫ് മെത്തേഡാണ് ഫസ്റ്റ് പറയുന്നത്. അതായത് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ എന്താ പറയുക, fall in concentration around an electrode is proportional to speed of the ion that moves away from the electrode. അതായത് ഏത് അയോണാണോ ഇലക്ട്രോഡിൽ നിന്ന് മൂവ് ചെയ്യുന്നത് അതിൻ്റെ സ്പീഡിന് പ്രൊപ്പോർഷണലായിരിക്കും എന്താ പറയുക ഇലക്ട്രോഡിൻ്റെ ചുറ്റുമുള്ള കോൺസെൻട്രേഷൻ്റെ ഫോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുക, സ്പീഡ് ഓഫ് ദ കാറ്റയോൺ അതെന്തിന് പ്രൊപ്പോർഷണലായിരിക്കും? പ്രൊപ്പോർഷണൽ ടു ഫോൾ ഓഫ് കോൺസെൻട്രേഷൻ അറൗണ്ട് ആനോഡ്. സ്പീഡ് ഓഫ് ആനയോൺ ആണെങ്കിൽ ഫോൾ ഓഫ് കോൺസെൻട്രേഷൻ അറൗണ്ട്, ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫോൾ ഓഫ് കോൺസെൻട്രേഷൻ അറൗണ്ട് കാഥോഡ്. കാഥോഡിൽ നിന്നാണല്ലോ ആനയോൺ പോവുക. ഓക്കെ, അപ്പോൾ ആ ഒരു അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു മെത്തേഡ് പറയുന്നത്. നമുക്കറിയാം ട്രാൻസ്പോർട്ട് നമ്പർ T+ എന്ന് പറയുന്നത് ഫോൾ ഓഫ് കോൺസെൻട്രേഷൻ അറൗണ്ട് ആനോഡ് ബൈ ഫോൾ ഓഫ് കോൺസെൻട്രേഷൻ അറൗണ്ട് ആനോഡ് പ്ലസ് ഫോൾ ഓഫ് കോൺസെൻട്രേഷൻ അറൗണ്ട് കാഥോഡാണ്. അപ്പോൾ ഇത് ട്രാൻസ്പോർട്ട് നമ്പർ ഓഫ് കാറ്റയോൺ ആണ്. ആനയോൺ ആകുമ്പോൾ അത് നമുക്ക് ഇങ്ങനെ കിട്ടും 1 - T+ എന്ന് കൊടുത്താൽ ആനയോണിൻ്റെ ട്രാൻസ്പോർട്ട് നമ്പർ കിട്ടും. ഇനി അതിൻ്റെ മെത്തേഡ് എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ അപ്പാരറ്റസ്. ഹിറ്റോഫ്സ് മെത്തേഡിൻ്റെ അപ്പാരറ്റസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ 2 വെർട്ടിക്കൽ ഗ്ലാസ് ട്യൂബ്സ് ഉണ്ട്. 2 വെർട്ടിക്കൽ ഗ്ലാസ് ട്യൂബ്സ്, അതിൽ ഇലക്ട്രോഡ്സ് ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ ആനോഡ് കാഥോഡ് കമ്പാർട്ട്മെൻ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ ഇലക്ട്രോഡിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു നാരോ അടിയിലൊരു ബോട്ടം നാരോ ഗ്ലാസ് ട്യൂബായിട്ട് സീൽ ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് സീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മെർക്കുറി എന്താ പറയുക, മെർക്കുറി പ്ലേസ് ചെയ്തിട്ടുണ്ട് ട്യൂബ്സിൽ ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇലക്ട്രോഡ്സിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോഡ് കമ്പാർട്ട്മെൻറ്റിലെ സൊല്യൂഷൻ നമ്മൾ ഇൻ്റർമിക്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവയെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മിഡിൽ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, യു ഷേപ്പിലുള്ള ഒരു ട്യൂബ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എന്തുണ്ട്, 2 സ്റ്റോപ്പ് കോക്സ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ടോപ്പിൽ, ആ ലിമ്പിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർമിക്സ് ചെയ്യില്ല. പിന്നെ നമ്മൾക്ക് ഈ 3 എണ്ണത്തിലെ സൊല്യൂഷന് ഡ്രെയിൻ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടിയിലെ സ്റ്റോപ്പ് കോക്സ് ഓപ്പൺ ചെയ്താൽ മതി. ഇനി നമ്മൾ ഇതിനെ സീരീസ് ആയിട്ട് ഒരു വോൾട്ട്മീറ്റർ, കോപ്പർ വോൾട്ട്മീറ്ററാണ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര ഇക്വാലൻ്റ് ഓഫ് കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ വോൾട്ട്മീറ്ററിൽ നിന്ന് മെഷർ ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചാണ് ഈ ഒരു സെറ്റിങ്സിലൂടെ പാസ് ചെയ്യുന്ന കറൻറ്റ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ എന്താ പറയുക ടോട്ടൽ കറൻറ്റ് പാസ്റ്റ് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ ഫോളിങ് കോൺസെൻട്രേഷൻ അറൗണ്ട് കാഥോഡ് ആൻഡ് ആനോഡ് മനസ്സിലാക്കുന്നത്. നമ്മൾ എടുക്കുന്ന സൊല്യൂഷന് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനാണ്. അപ്പോൾ അതിൽ നമുക്ക് എത്ര സിൽവർ അയോണും എത്ര നൈട്രേറ്റ് അയോണും ഡെപ്പോസിറ്റ് ചെയ്തു, അല്ലെങ്കിൽ അതിലെ ടോട്ടൽ കറൻറ്റ് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഇതിലെന്താണ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷന് ഫില്ല് ചെയ്യാണ് ഇതിൽ ഈ ഒരു അപ്പാരറ്റസിൽ. ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണൽ സർക്യൂട്ടായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ് ഒന്നുകിൽ പ്ലാറ്റിനാണ് അല്ലെങ്കിൽ സിൽവറാണ് യൂസ് ചെയ്യുക. അപ്പോൾ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ഏകദേശം 0.01202 ആംപിയർ ആണ്. നമ്മൾ 2-3 മണിക്കൂർ അതിങ്ങനെ പാസ് ചെയ്യും. എന്നിട്ട് അവിടെ നമ്മൾ ഓരോ ഇലക്ട്രോഡിലുള്ള കോൺസെൻട്രേഷൻ്റെ ചേഞ്ച് മെഷർ ചെയ്യാണ്. അപ്പോൾ ഒന്നുകിൽ നമ്മൾ അതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത്രയും അവർ ഈ ഒരു ആംപിയർ കറണ്ട് പാസ് ചെയ്തതിന് ശേഷം ഒന്നുകിൽ ആനോഡ് കമ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ കാഥോഡ് കമ്പാർട്ട്മെൻറ്റിലെ സൊല്യൂഷൻ ഇങ്ങനെ ഡ്രെയിൻ ഔട്ട് ചെയ്യുക ഒരു പ്രീവിയസ്ലി വെയ്ഡ് ബീക്കറിലോട്ട്. എന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ്റെ വെയിറ്റ് ഡിറ്റർമിൻ ചെയ്യാം.
ഓക്കെ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ സിൽവർ കണ്ടൻറ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് നമ്മൾ പൊട്ടാഷ്യം തയോസൈനേറ്റ് സൊല്യൂഷൻ വെച്ചിട്ട് ടൈട്രേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതേ ടൈമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ വോൾട്ട് മീറ്റർ വെച്ചിട്ട് കോപ്പറിൻ്റെ എത്ര കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്തു അതിൻ്റെ വെയിറ്റും ഡിറ്റർമിൻ ചെയ്യാം. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് നമ്പർ ഓഫ് അയോൺസ് കാറ്റയോണും ആനയോണും ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ വെയിറ്റ് ഓഫ് ദ ആനോഡ് സൊല്യൂഷൻ നമ്മൾ ഇലക്ട്രോളിസിസ് നടന്നതിന് ശേഷം കളക്ട് ചെയ്യുന്നത് എ എന്ന് എടുക്കുക, എ ഗ്രാം. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ്റെ വെയിറ്റ് നമ്മൾ ബി ഗ്രാം എന്ന് എടുക്കുക. ഓക്കെ. ആനോഡ് സൊല്യൂഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്, അതിൻ്റെ വെയിറ്റ് എ ഗ്രാമും അതേപോലെ തന്നെ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ അതിൽ പ്രസൻ്റ് ഉള്ളത് ബി ഗ്രാം എടുക്കുക. അപ്പോൾ വെയിറ്റ് ഓഫ് ദ വാട്ടർ പ്രസൻ്റ് ഇൻ ഇറ്റ് എന്തായിരിക്കും, എ മൈനസ് ബി ഗ്രാം ആയിരിക്കും അതിൽ പ്രസൻ്റ് ഉള്ള വാട്ടറിൻ്റെ വെയിറ്റ്. അപ്പോൾ ദെർഫോർ നമ്പർ ഓഫ് ഇക്വാലൻസ് ഓഫ് സിൽവർ നൈട്രേറ്റ് അല്ലെങ്കിൽ സിൽവർ അയോൺ പ്രസൻറ്റ് ഇൻ എ മൈനസ് ബി ഗ്രാം ഓഫ് വാട്ടർ ആഫ്റ്റർ ഇലക്ട്രോളിസിസ് എന്തായിരിക്കും, നമ്പർ ഓഫ് ഇക്വാലൻസ് ഓഫ് സിൽവർ നൈട്രേറ്റ് അല്ലെങ്കിൽ സിൽവർ അയോൺ ആണ് ബി ഡിവൈഡഡ് ബൈ 170 ഗ്രാം എന്ന് എടുക്കുക. ഓക്കെ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു വൈ എന്ന് കൊടുക്കുക. ഓക്കെ ആണല്ലോ. സിൽവർ നൈട്രേറ്റ് ആണ് എടുക്കുന്നത്, അപ്പോൾ അതിൻ്റെ വെയിറ്റ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഓക്കെ. ഇനി ലെറ്റ് നമ്പർ ഓഫ് ഇക്വാലൻ്റ് ഓഫ് സിൽവർ നൈട്രേറ്റ് പ്രസൻറ്റ് പെർ 1 a minus b gram ഓഫ് വാട്ടർ ബിഫോർ ഇലക്ട്രോളിസിസ് നമ്മൾ എക്സ് എന്ന് എടുക്കുക. ഇലക്ട്രോളിസിസിൻ്റെ മുന്നുള്ള എ മൈനസ് ബി ഗ്രാമിലുള്ള വാട്ടറിൻ്റെ നമ്പർ ഓഫ് ഇക്വാലൻസ് ഓഫ് സിൽവർ നൈട്രേറ്റിനെ നമ്മൾ എക്സ് എന്നെടുത്തു, ആഫ്റ്റർ വൈ എന്നെടുത്തു. ഓക്കെ. നമ്മളവിടെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡിന് നോക്കുക. അപ്പോൾ പ്ലാറ്റിനം ഇലക്ട്രോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കുക. അപ്പോൾ ആദ്യം നമ്മൾ പ്ലാറ്റിനം ഇലക്ട്രോഡ് ആ ഒരു കണ്ടീഷൻ എടുക്കുക. വെൻ പ്ലാറ്റിനം ഇലക്ട്രോഡ്സ് ആർ യൂസ്ഡ്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ് പ്ലാറ്റിനം ആണെങ്കിൽ അവിടെ ഡിസ്ചാർജ് ചെയ്യുന്ന അയോൺസ് ഒരിക്കലും അറ്റാക്ക് ചെയ്യില്ല ഈ പ്ലാറ്റിനം ഇലക്ട്രോഡിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, വൈ എന്തായിരുന്നു, നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് സിൽവർ നൈട്രേറ്റ് അല്ലെങ്കിൽ സിൽവർ അയൺ പ്രസൻറ്റ് ഇൻ എ മൈനസ് ബി ഗ്രാം വാട്ടർ ആഫ്റ്റർ ഇലക്ട്രോളിസിസ് ദാറ്റ് വിൽ ബി ലെസ് ദാൻ എക്സ് ആയിരിക്കും. എക്സ് എന്ന് പറയുന്നത് ഇലക്ട്രോളിസിസിന് മുന്നേ ഉള്ള നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻ്റ് ഓഫ് സിൽവർ നൈട്രേറ്റ് ആണ്. ഓക്കെ. അതിനേക്കാളും കുറവായിരിക്കും. വൈ വിൽ ബി ലെസ് ദാൻ എക്സ്. അപ്പോൾ ആനോഡിന് ചുറ്റുള്ള ഫോൾ ഓഫ് കോൺസെൻട്രേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് മൈനസ് വൈ എന്ന് എഴുതാം. അപ്പോൾ ട്രാൻസ്പോർട്ട് നമ്പർ ഓഫ് സിൽവർ അയോൺ അതിന് ടി പ്ലസ് എന്ന് കൊടുക്കാം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഫോൾ ഓഫ് കോൺസെൻട്രേഷൻ അറൗണ്ട് ആനോഡ് ബൈ ടോട്ടൽ ഫോൾ ഓഫ് കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫോൾ നമ്മൾ സെഡ് എന്ന് എടുത്തു. അപ്പോൾ ട്രാൻസ്പോർട്ട് നമ്പർ ഓഫ് നൈട്രേറ്റ് അയോൺ എന്ത് ചെയ്താൽ മതി, ടി മൈനസ് ഈക്വൽ ടു 1 മൈനസ് ടി പ്ലസ് ചെയ്താൽ മതി. ഇത് നമ്മൾ പ്ലാറ്റിനം ഇലക്ട്രോഡ് ആണെങ്കിൽ. അതേസമയം നമ്മൾ എടുക്കുന്നത് സിൽവർ ഇലക്ട്രോഡിൻ്റെ നോക്കാം. ഇപ്പോൾ നേരത്തെ കണ്ട ഇക്വേഷൻ ഇത് സിൽവർ ഇലക്ട്രോഡിൻ്റെയാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഇട്ടാൽ മതി. ഇത് സിൽവർ ഇലക്ട്രോഡാണ്. പ്ലാറ്റിനം ഇലക്ട്രോഡ് ആണെങ്കിലുള്ള ഇക്വേഷനാണിത് കേട്ടോ. ഓക്കെ. ടോട്ടൽ നമ്പർ ഓഫ് സിൽവർ അയോൺ ടി പ്ലസ് ഈക്വൽ ടു ഫോൾ ഓഫ് കോൺസെൻട്രേഷൻ അറൗണ്ട് ആനോഡ് ബൈ ടോട്ടൽ ഫോൾ ഓഫ് കോൺസെൻട്രേഷൻ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എക്സ് മൈനസ് വൈ ബൈ സെഡ് ആണ്. ഇനി സിൽവർ ഇലക്ട്രോഡ് ആണെങ്കിൽ നോക്കാം. ഇനി അടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് സിൽവർ ഇലക്ട്രോഡാണെന്ന് കരുതുക. സിൽവർ ഇലക്ട്രോഡ് യൂസ് ചെയ്യുമ്പോൾ എന്താ നടക്കുകയെന്ന് വെച്ചാൽ നൈട്രേറ്റ് അയോൺ, സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിലെ നൈട്രേറ്റ് അയോൺ എന്ത് ചെയ്യുന്നു, സിൽവർ ആനോഡിനെ, കാഥോഡ് ആനോഡിൻ്റെ ആനോഡിനെ അറ്റാക്ക് ചെയ്യും. ഓക്കെ. നൈട്രേറ്റ് ആണ്, നെഗറ്റീവ് ചാർജാണ്, അത് സിൽവർ ആനോഡിനെ അറ്റാക്ക് ചെയ്യും. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, ആനോഡിക് സൊല്യൂഷനിലോട്ട് ബ്രിങ് ചെയ്യും. ഈ സിൽവർ അയോൺസിനെ ആനോഡിക് സൊല്യൂഷനിലോട്ട് ബ്രിങ് ചെയ്യും. അപ്പോൾ നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് സിൽവർ ഡിസോൾവ് ഇൻ ദിസ് മാനർ, ഈ ഒരു മാനറിൽ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യുന്ന സിൽവർ അയോൺ എന്ന് പറയുന്നത് അതെന്തിന് ഈക്വലൻ്റ് ആയിരിക്കും, നമ്പർ ഓഫ് ഇക്വലൻസ് ഓഫ് കോപ്പർ ഡെപ്പോസിറ്റഡ് ഇൻ കോപ്പർ വോൾട്ട് മീറ്റർ, അതിന് നമ്മൾ സെഡ് എന്ന് കൊടുക്കും.
അപ്പോൾ നമുക്കറിയാം ഈ കേസിൽ കോൺസെൻട്രേഷൻ അറൗണ്ട് ദ ആനോഡ് എന്തായിരിക്കും, അതായത് വൈ ഇൻക്രീസ് ആയിരിക്കും, ദാറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ് ഫോൾ ഓഫ് കോൺസെൻട്രേഷൻ ഡ്യൂ ടു മൈഗ്രേഷൻ ഓഫ് സിൽവർ അയോൺ ഫ്രം ആനോഡിക് ടു ദ കാഥോഡിക് കമ്പാർട്ട്മെൻറ്റ്, അത് നമുക്ക് എന്ത് കൊടുക്കാം, എക്സ് പ്ലസ് സെഡ് മൈനസ് വൈ എന്ന് കൊടുക്കാം. ആനോഡിൽ നിന്ന് കാഥോഡിലോട്ടുള്ള മൈഗ്രേഷൻ ഓഫ് സിൽവർ അയോൺ, അതിൻ്റെ എഫക്റ്റീവ് ഫോൾ ഓഫ് കോൺസെൻട്രേഷൻ, അതായത് ആനോഡിക് പാർട്ടിൽ എന്ത് ചെയ്യുന്നു, സിൽവർ അയോണിൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ട് നമ്പർ ഓഫ് സിൽവർ അയോൺ ടി പ്ലസ് എന്ത് കൊടുക്കാം, ഫോൾ ഓഫ് കോൺസെൻട്രേഷൻ അറൗണ്ട് ആനോഡ് ബൈ ടോട്ടൽ ഫോൾ ഓഫ് കോൺസെൻട്രേഷൻ. ഫോൾ ഓഫ് കോൺസെൻട്രേഷൻ അറൗണ്ട് ആനോഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് സെഡ് മൈനസ് വൈ ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫോള് സെഡ് ആണ്. പിന്നെ അതിൽ നിന്ന് നൈട്രേറ്റ് ആയതുകൊണ്ട് കാണാൻ 1 മൈനസ് ടി പ്ലസ് ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ ടെക്സ്റ്റിലൊരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്, നെക്വസ്റ്റിൽ ഒരു വലിയൊരു പ്രോബ്ലമാണ്, ജസ്റ്റ് ചെയ്ത് നോക്കുക. ചോദിക്കാൻ ചാൻസ് കുറവാണ്, പക്ഷെ നിങ്ങളൊന്ന് നോക്കി വെക്കുക കേട്ടോ, ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിൻ്റെ അടുത്ത് ചോദിക്കുക. ഓക്കെ.